രണ്ട് പേർക്കിടയിലേക്ക് ഒരു മൂന്നാമൻ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, അവൻ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അവൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഉദാഹരണത്തിന് രണ്ട് സുഹൃത്തുക്കൾ, ഈ രണ്ട് സുഹൃത്തുക്കൾക്കിടയിലും പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഒരാളാണ് ഡീൽ ചെയ്യുന്നത്. ആ സമയത്താണ് മൂന്നാമതൊരു വ്യക്തിയുടെ എൻട്രി. ഇവൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവനെ സംശയിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്ന അവൻ്റെ ഒരു തിങ്കിങ് പാറ്റേൺ ഇല്ലാതിരുന്ന സംശയങ്ങൾ എന്ത് ചെയ്യാണ്, ഇവനിലൂടെ അവനിലേക്ക് വരികയാണ്. അതായത് സാമ്പത്തികമായിട്ട് നീ ഇങ്ങനെ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. അതായത് ചെറിയ രീതിയിലുള്ള പറ്റിപ്പ് നമ്മളെ സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ളൊരു മെസ്സേജാണ് ആ ഒരു വ്യക്തി ഇവനിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു മെസ്സേജിലൂടെ അവൻ്റെ പുതിയൊരു തിങ്കിങ് പാറ്റേൺ അവിടെ ഫോം ആകാൻ തുടങ്ങുകയാണ്. പിന്നെ അവന് സംശയത്തിന് പോലെ എന്ത് ചെയ്യും, ആ സുഹൃത്തിനെ കാണാൻ തുടങ്ങും. പിന്നെ അവരുടെ ഇടയിൽ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡായി ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം തകരുന്ന ലെവലിലേക്ക് ഇത് പോകുന്നുണ്ടാവും. ഇങ്ങനെയാണ് മുൻപില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മൂന്നാമൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്.